ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോൾ ബൈ എന്റർടൈൻമെന്റ്സ്. ഞാൻ നീരജ്. വേട്ടക്കാരൻ വേട്ടയാടപ്പെടുമ്പോൾ, യെസ്, നമ്മുടെ വേടൻ പുലിപ്പല്ലിന്റെയും കഞ്ചാവിന്റെ ഒക്കെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു. ആദ്യം 5 ഗ്രാമോ 6 ഗ്രാമോ കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്തു. പിന്നെ അത് മാറിയിട്ട് പിന്നെ പുലിപ്പല്ല് കയ്യിൽ വെച്ചു എന്നുള്ള കേസായി. ഇപ്പോൾ ഇതാ രണ്ടും അവിടെ മാറി ജാമ്യം ലഭിച്ചു. അതാണ് വേടന്റെ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. വേടനെ എതിര് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം വേടന്റെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാണ്, വേടൻ വേദിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളും വേടന്റെ പാട്ടുകളിലെ വരികൾ പോലും അത്രത്തോളം തീയുള്ളതാണ്. പിന്നെ പറയണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പോ എത്ര വലിയ ആളായാലും നമ്മുടെ നാട്ടിൽ നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ നിയമം പറയുന്ന പോലത്തെ കൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മീൻസ് ഇത്തരം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആരായാലും ശിക്ഷ എന്താ സ്വാഭാവികമായിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ നിയമം അങ്ങനെയാണ്. അതിനിപ്പോൾ 5 ഗ്രാം അല്ല 1 ഗ്രാം കയ്യിൽ വെച്ചാലും, കഞ്ചാവ് കയ്യിൽ വെച്ചാലും, MDMA വെച്ചാലും, ഏത് ലഹരി വെച്ചാലും അത് കേസെടുക്കാൻ പറ്റേണ്ടുന്ന സംഭവമാണെങ്കിൽ കേസെടുക്കും. അതേപോലെ പുലിപ്പല്ലായാലും പുലിനഖമായാലും ആനക്കൊമ്പായാലും. പക്ഷേ ചിലർ ചെയ്യുമ്പോൾ കണ്ണടയ്ക്കുക, ചിലർ ചെയ്യുമ്പോൾ കണ്ണ് തുറന്നു നോക്കുക. ആ കൺസെപ്റ്റ് മാറിയിട്ട് എല്ലാവർക്കും ഒരൊറ്റ നിയമം അത് നല്ല രീതിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതല്ലാതിരിക്കുമ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. എനിവേ, അങ്ങനെ വേടന്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കേറി നിൽക്കുന്ന സമയത്ത് വേടന് ജാമ്യം കിട്ടുമ്പോഴത്തേക്കാണ് ഇതാ വേടന്റെ മൗന ലോവ എന്ന പാട്ടിന്റെ മെയിൻ ട്രാക്ക് ഇന്ന് റിലീസായിട്ടുണ്ട്. ഏകദേശം യൂട്യൂബിൽ 484K വ്യൂസ് കയറിയിട്ടുണ്ട്. വേടൻ ജാമ്യം കിട്ടി ഇറങ്ങിയിട്ട് വണ്ടി കയറുമ്പോൾ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന സമയത്ത് വേടൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പാട്ട് ഇറങ്ങിയായിരുന്നു കേട്ടിരുന്നു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞു. പുതിയ പാട്ടും വരുന്നുണ്ട് കേൾക്കാന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, വേറെ ഒരു കാര്യം പറയാനൊന്നുമില്ല. പാട്ട് കേട്ടിരുന്നു മാത്രം ചോദിച്ചു. സോ പാട്ടിലൂടെയാണ് അവൻ എല്ലാ സമൂഹത്തോട് പറയുന്നത്. നമുക്ക് എന്തായാലും മൗന ലോവ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയോ പർവ്വതത്തു നിന്ന് ലാവ പൊട്ടി ഒഴുകുന്ന പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. നല്ല തീയാണ്. അപ്പോൾ സാധനം കേട്ട് നോക്കാമല്ലേ. 2 മിനിറ്റ് 27 സെക്കൻഡാണ് പാട്ടുള്ളത്. ഷോർട്ടാണ്, മതിയല്ലോ. കത്തിക്കേറാൻ കനലൊരു തരി മതി. ആഹാ, ഓ, come on man. സ്റ്റാർട്ടിംഗ് ലൈക്ക് താരാട്ട് പാട്ട്. കള്ളിക്കാട്ടില് മുള്ളു ചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു 2ാം പിറവിയേ, ഇത് 2ാം പിറവിയേ. മോനെ, എടാ ഈ ചങ്ങായിക്കങ്ങളുടെ ഇമാതിരി വരികൾ എഴുതാൻ പറ്റുന്നത് ശന്റെ മോനെ. ഇമാതിരി തീ സാധനമാണ് എഴുതി വെച്ചേക്കണത്. കാരണം ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒരു തീ, അതിൽ തന്നെ തീയുണ്ട്. മോനെ ചങ്ങായി, ഏടെ നട ഇങ്ങനത്തെ വരികൾ എഴുതാൻ പറ്റുന്നത്? സമ്മതിക്കണം കേട്ടാ. കുപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ, അതിനെ മിന്നല് കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ. കത്തിയെരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് കൊണ്ടാൽ പാറകല്ലും പൊട്ടും. നിന്നെ ബാങ്കോക്ക് വരച്ചതോ മെർലിൻ മാൻഡ്രോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ, സൂഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ, സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ. പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ, നിന്നെ കനവ് കാണാ രാത്രി എല്ലാം വീണായി വെറുതെയോ, വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആര് നീ മാടൻ മറുതയോ, നിന്നെ കനവ് കാണാ രാത്രി എല്ലാം വീണായി വെറുതെയോ, വെന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ. കറുപ്പ് റാണി പേരാലിൽ എന്നെ തളക്കനടിച്ച ആണി, നിന്റെ കണ്ണു പെട്ടത് മൂടം പോലും ഞാനി. അരികിൽ വാന്നി അതര മധുരം എനിക്ക് താന്നി, സ്വർഗവാതിലിനേണി എന്റെ ദാഹം തീർക്കും പാനി, മോഹം തീർക്കുമോ നീയും. മോനലോവേ പാട്ടൊക്കെ കിക്ക് തന്നെയാണ്. മോഹലാവേ എന്റെ നാളെ പ്രേമലീല. നീ ചിരിച്ചാൽ ബീതോവനോ നിന്നെ പെറ്റതേത്
വുഹാനോ ഞാൻ നാഗസാക്കി ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം ഓലലോവയേ മോഹലാവയേ എന്റെ നാളയേ പ്രേമലീലയേ ഓലലോവയേ മോഹലാവയേ എന്റെ നാളയേ പ്രേമലീലയേ. ഞാൻ ചിന്തിക്കുന്ന ഇതെങ്ങനെയാ ചങ്ങായിക്ക് ഇമ്മാതിരി സാധനങ്ങൾ എഴുതാൻ വരുന്നത്? ഏത് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഐറ്റം അറിയോ ഇത്? അതിന്റെ ട്രാക്കാണെങ്കിൽ മീൻസ് മ്യൂസിക് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനം, ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക്, പിന്നെ ലിറിക്സ്. മോനെ വേടൻ എടുത്ത വേർഡ് പറഞ്ഞതാണ്. നാഗസാക്കി, ഹിരോഷിമ, നോർത്ത് കൊറിയ, ഏതെല്ലാം രാജ്യങ്ങളിലെ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടറിയാ. കറുപ്പി. മോനെ ഇത് ലൈക്ക് ഒരു ഡിസ്ക്രിമിനേഷന്റെ കാര്യം തന്നെയാണ് കേട്ടോ ഇതിൽ പറയണത്. എടാ വേടൻ ഇതൊന്നും കൊണ്ട് ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കേട്ടാ. ചെങ്ങൈക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. ഇത് ഇമാതിരി ഐറ്റംസ് ഇനി വരാൻ പോവാണ്. ഇപ്പൊ എന്തൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞത് അതിന്റെ പേര് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേടന്റെ ഒരു ടീസർ ഇപ്പൊ കുറച്ചു മുന്നേ റിലീസ് ആയിട്ടുണ്ട്. തെരുവിന്റെ മോൻ ടീസർ. അടുത്ത സാധനം വരാൻ പോവാണ്. ആലോചിച്ച് നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കേട്ടു നോക്കുക. ഇതിന്റെ കേസ് കാര്യങ്ങളെ കൊണ്ടാൻ വേണ്ടിയൊക്കെ അത് വേറെ വഴിക്ക് വിടുക, അത് അവിടെ നടക്കട്ടെ. പക്ഷെ ആസ് എ ആർട്ടിസ്റ്റ്, ആസ് എ റാപ്പ് സിംഗർ, എന്തുകൊണ്ടാണ് വേടൻ മറ്റുള്ള റാപ്പേഴ്സിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരേ ഒരു ആൻസർ ദിസ് ഈസ്. സോ ഗോ ആൻഡ് വാച്ച് ആൻഡ് സപ്പോർട്ട് വേടൻസ് വിത്ത് വേർഡ് ആൻഡ് ഹിസ് സോങ്സ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുവരിക്കും. വണക്കം മക്കളെ, വണക്കം.